വേടനെ അറിയാത്ത അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരു മനുഷ്യനുണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അത്ഭുതം തോന്നുക സ്വാഭാവികം. കാരണം ഇപ്പോൾ യുവാക്കൾക്കിടയിൽ തരംഗമാണ് ശരിക്കും പറഞ്ഞാൽ വേടൻ. ആ മനുഷ്യൻ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോവുകയാണെങ്കിൽ ആ സ്ഥലത്തെ സംഘാടകർ പ്രതീക്ഷിക്കുന്നതിനും എത്രയോ ഇരട്ടി ആളുകളാണ് ഈ സമയങ്ങളിലൊക്കെയും തന്നെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും അദ്ദേഹത്തിൻ്റെ വാക്കുകളും മറ്റ് കഴിവുകളും കൊണ്ട് ഒരുപാട് ആരാധകരെ സ്വന്തമായി സൃഷ്ടിച്ചെടുക്കാനും ഈ ചെറുപ്രായത്തിൽ തന്നെ ആ മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ MG ശ്രീകുമാർ എന്ന് പറയുന്ന ഈ മനുഷ്യന് വേടനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും MG യോടുള്ള വെറുപ്പ് അണപൊട്ടുകയും അത് കമൻറ്റ് ബോക്സുകളിൽ അടക്കം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. MG എന്ന് പറയുന്ന ഈ ഗായകൻ പ്രത്യക്ഷത്തിൽ ആർക്കും തന്നെ ഒരു ഉപദ്രവവും ഇല്ലാതെ ഏത് സംഘടനകളെയോ ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും പ്രസ്ഥാനത്തെയോ അവഹേളിക്കാതെ സ്വന്തം കാര്യവും നോക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ പോലും അദ്ദേഹം പേപ്പറൊന്നും വായിക്കാറില്ല. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ സജീവമാവാറില്ല. അതല്ലെങ്കിൽ അത് കാണാറ് പോലും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നത് ഇന്നലെയാണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കാണുന്ന ഒരാൾക്ക്, വല്ലപ്പോഴെങ്കിലും അത് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് റാപ്പർ വേടൻ എന്ന ഈ മനുഷ്യനെ അറിയാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ അവനെ അറിയാത്തത് കൊണ്ട് ഞാൻ വലിയ ആളായി പോവും എന്നൊരു തോന്നലായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുവാനുണ്ടായ കാരണവും. എന്തു തന്നെയായാലും പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാത്തത് കൊണ്ടും പലപ്പോഴും സംസാരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും കൊണ്ട് തന്നെ ആയിരിക്കാം MG ശ്രീകുമാറിനോട് കുറച്ചെങ്കിലും ആളുകൾക്ക് ഇഷ്ടവും ബഹുമാനവും ഉണ്ടാവുന്നത്. അദ്ദേഹം എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള ക്വാളിറ്റിയും ആർക്കും തന്നെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. എന്നാൽ 10-40 വർഷമായി ഇതുപോലെ ഒരേ ഫീൽഡിൽ തിളങ്ങി നിന്നിട്ടും അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയതിൻ്റെ 100 ഇരട്ടി ആരാധകരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വേടൻ ഉണ്ടാക്കാൻ പറ്റിയെന്ന അസൂയയും അദ്ദേഹത്തിന് ചെറുതായിരിക്കില്ല ഉണ്ടാവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ വേടനെ അറിയാത്തത് MG മാത്രമാണെങ്കിൽ ന്യൂ ജനറേഷനിടയിൽ MGയെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. കാരണം അവർക്കൊക്കെയും തന്നെ ഏതെങ്കിലും മൂലയ്ക്കിരുന്ന് ഏതെങ്കിലും ഓഫീസിനകത്തിരുന്ന് ആരെങ്കിലും എഴുതി കൊടുക്കുന്ന വരികൾ ഒരുപാട് റിഹേഴ്സൽ ചെയ്ത് പാടിക്കൊടുക്കുന്ന MGയെ കാട്ടിയും തൻ്റെ കഴിവ് പൊതുമധ്യത്തിൽ ആളുകൾക്കിടയിൽ ചങ്കുറപ്പോടെ കാണിക്കാൻ സാധിക്കുന്ന വേടനെ തന്നെയാണ് ഇഷ്ടക്കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. പൊതുനിരത്തിൽ വേസ്റ്റ് ചാടാൻ പോലും പാടില്ല എന്നറിയാത്ത ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ MG. ആ ഒരു മനുഷ്യനെ ഇതുപോലൊരു വ്യക്തിയെ അറിയണം എന്നില്ല. MGയുടെ കഴിവിനെ ആരും തന്നെ കുറച്ച് കാണുന്നില്ല. ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലൊരു ഫീൽഡിൽ ഇത്രയും വർഷം പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഇതുപോലുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത സംസാരം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിരോധികളെ ഉണ്ടാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതേ സമയത്ത് വേടൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ തിരിച്ചു വരികയും വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെയും തന്നെ എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതും ആയിരുന്നു. താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാതെ താൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ഇനി ഇതുപോലെ മറ്റാരും തന്നെ അനുകരിക്കരുതെന്നും തൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ താൻ തന്നെ ശ്രമിക്കുമെന്ന രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേടൻ പറഞ്ഞത്. ആളുകൾക്കിടയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ത് തന്നെയായാലും ആ പഴയ വേടനെ കാത്ത് ഒരുപാട് ആളുകൾ കാത്തിരിപ്പുണ്ട്. തീർച്ചയായിട്ടും വേടൻ വരികയും അതേപോലെ തന്നെ തൻ്റെ കരിയർ ഒരുപാട് ഉയർത്തുകയും ചെയ്യട്ടെ.